നമസ്തേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യാഴത്തിനെ കുറിച്ചായിരുന്നു. വ്യാഴം ലഗ്നത്തിൽ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ച് നോക്കി പോവുകയാണെങ്കിൽ രണ്ടാമത് നമ്മളുടെ ദിഗ്ബലം, അതുപോലെ വ്യാഴത്തിനെ പോലെ ദിഗ്ബലം കൊടുക്കുന്ന, ലഗ്നത്തിൽ ശുഭത്വം കൊടുക്കുന്ന, ഒറ്റയ്ക്ക് നിന്നാൽ ശുഭത്വം കൊടുക്കാൻ കഴിവുള്ള മറ്റൊരു ഗ്രഹമായ ബുധനെക്കുറിച്ച് നമ്മൾ വേറൊരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട്, ബുധൻ്റെ പ്രാധാന്യം. പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് ബുധൻ ലഗ്നത്തിൽ നിന്നാലുള്ള ദിഗ്ബലത്തോടു കൂടി നിൽക്കുന്ന രണ്ടാമത്തെ ഗ്രഹം, ദിഗ്ബലത്തിൻ്റെ കാര്യം പറഞ്ഞു. സ്ഥാനബലമല്ല, ദിഗ്ബലം. സ്ഥാനബലം ലഗ്നത്തിന് സ്ഥാനബലം എന്ന് പറഞ്ഞുകൂടാ. സ്ഥാനബലം എവിടേക്കേ വരുള്ളൂ? സ്വക്ഷേത്രം, ഉച്ചക്ഷേത്രം, മൂലക്ഷേത്രങ്ങളിൽ മാത്രമേ സ്ഥാനബലം വരുള്ളൂ. മറ്റതെല്ലാം ദിഗ്ബലമാണ്. പിന്നെ നോക്കുക, അപ്പോൾ ബുധൻ എല്ലാ ഭാഗത്തും ഏത് ലഗ്നത്തിൽ നിന്നാലും ബുധന് ദിഗ്ബലമുണ്ട്. പക്ഷെ ഗുരുവിനെ പോലെ അല്ല. കാര്യം ബുധന് ഒരു കുഴപ്പമുള്ളത്, അല്ലെങ്കിൽ ഒരു ദോഷമുള്ളത്, ബുധൻ്റെ കൂടെ ഒരു പാപം ചേർന്നാൽ ബുധന് പാപത്വം വരും. ഗുരുവിന് അങ്ങനെ പെട്ടെന്ന് പാപത്വം വരില്ല. ബുധൻ്റെ കൂടെ പാപത്വം വരുമെന്ന് മാത്രമല്ല, ബുധൻ പാപനായിപ്പോവും. ഗുരു പാപനാവില്ല. ഗുരുവിന് ശനി യോഗം ചെയ്യുന്നത്, ശനി പിടിച്ചു ഗുരുവിൻ്റെ ശക്തി കംപ്ലീറ്റ് കൊണ്ടുപോകും. ഗുരുദശ എന്നിട്ട് നമുക്ക് വലിയ ഗുണം ചെയ്യാതിരിക്കും, അത് വേറെ കഥ. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കും? ബുധൻ്റെ കൂടെ പാപന്മാർ ചേരുന്നതിനനുസരിച്ച് ബുധൻ അവരുടെ കൂടെ ചേർന്ന് അവരെക്കാൾ കൂടുതൽ പാപം ചെയ്യും. ബുധൻ പാപനായിപ്പോവും. അങ്ങനെ ഒരു സംഭവം സംഭവിക്കും. ബുധൻ വെള്ളം പോലെയാണ്. വെള്ളത്തിൽ പാല് കലർത്തിയാൽ പാലിൻ്റെ സ്വഭാവം, മദ്യം കലർത്തിയാൽ മദ്യത്തിൻ്റെ സ്വഭാവം എന്നാണ് പറയുക. അപ്പോൾ ബുധനെ നമുക്ക് മനസ്സിലാക്കാൻ ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ, ഒറ്റയ്ക്ക് നിൽക്കുന്നതാണോ അതോ യോഗത്തോടു കൂടി, പാപയോഗമാണോ ശുഭയോഗമാണോ? ശുക്രയോഗം വളരെ നല്ലതാണ് ബുധന്. ശുക്രയോഗം ചെയ്ത് ബുധൻ നിൽക്കുന്നത് വളരെ നല്ലതാണ്. ലഗ്നത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അതിലേറെ നല്ലതാണ്. അപ്പോൾ ആധിപത്യ വിശേഷമുള്ള ബുധനുമുണ്ട്, ആധിപത്യ ദോഷമുള്ള ബുധനുമുണ്ട്. നമുക്കത് ഓരോ ലഗ്നങ്ങളിൽ നോക്കി വരാം. മേടലഗ്നത്തിന് ബുധൻ, യഥാർത്ഥത്തിൽ മേടലഗ്നത്തിന് 6ാം ഭാവാധിപത്യവും 3ാം ഭാവാധിപത്യവും വഹിക്കുന്ന ബുധൻ ലഗ്നത്തിൽ നിന്നാൽ, അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ലഗ്നത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫലം തരിക? ലഗ്നത്തിൽ നിന്ന് ബുധദശ നടക്കുമ്പോൾ, ലഗ്നത്തിൽ വെറുതെ നിൽക്കുന്നത് അയാളുടെ ക്വാളിറ്റിയാണ്, ശരിയാണ്. ലഗ്നത്തിൽ നിന്ന് അയാൾ സ്വതവേ അയാൾക്ക് ബുധൻ്റെ കാരകത്വങ്ങൾ ബലം ചെയ്ത് നിൽക്കും. കാര്യം ദിഗ്ബലത്തിൽ ബുധൻ നിൽക്കുന്നതുകൊണ്ട് ബുദ്ധി കൂടി നിൽക്കും, ഇല്ല എന്ന് പറയില്ല. പക്ഷെ ദശ നടക്കുമ്പോൾ ആധിപത്യങ്ങളാണ് തരിക. ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോൻ്റെ താഴെ തന്നെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കലുണ്ട്. പറ്റാവുന്ന അത്ര ഞാൻ ഉത്തരം കൊടുക്കലുണ്ട്. ചില ചോദ്യങ്ങൾക്ക് വാലുണ്ടാവില്ല, തലയുണ്ടാവില്ല. ജ്യോതിഷത്തിലൊരു പ്രശ്നം എന്താ പറഞ്ഞാൽ, ഒരു ചെറിയ സബ്ജക്റ്റ് അല്ലാതെ ഇതെല്ലാം കൂടി മിങ്കിൾ ചെയ്തിട്ട് വേണം ചോദിക്കാൻ. 6ൽ രാഹു നിന്നാൽ എന്ത് ഫലം, 6ൽ കേതു നിന്നാൽ എന്ത് ഫലം, അങ്ങനെയൊന്നും ജ്യോതിഷത്തിൽ ചോദിച്ചാൽ ഉത്തരം പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് ജ്യോതിഷം അറിയാത്തതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത്. ചോദ്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശ ധാരണയെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ ഉത്തരം പറയാൻ കഴിയില്ല എന്നുള്ള. പല ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ ഞാൻ ഉത്തരം തരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ചില ചോദ്യങ്ങൾ നമുക്ക് ഒറ്റ വാക്കിൽ ജ്യോതിഷത്തിൽ ഉത്തരേ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഒരിക്കലും ജ്യോതിഷത്തിൽ 6ൽ കേതു നിന്നാൽ എന്ത് ഫലം അങ്ങനെ പറയാൻ കഴിയില്ല. എവിടെ കേതു 6ൽ നിന്നാലും 8ൽ നിന്നാലും 12ൽ നിന്നാലും അല്ലെങ്കിൽ രാഹു നിന്നാലും ലഗ്നാധിപനെയാണ് ആദ്യം നോക്കുക. ലഗ്നാധിപൻ എന്താണ് ഫലം, ഇദ്ദേഹത്തിൻ്റെ ശക്തി എന്താണ്, ഇദ്ദേഹം ആനയാണോ നടന്നു പോണത്, അല്ലെങ്കിൽ ആടാണോ നടന്നു പോകുന്നത് അനുസരിച്ചുണ്ടാവും ഡാമേജ്. ഇദ്ദേഹം ആനയായിട്ടാണ് നടന്നു പോകുന്നതെങ്കിൽ അവിടെ അഷ്ടമാധിപനോ അല്ലെങ്കിൽ 6ാം ഭാവാധിപനൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാലിൻ്റെ താഴെ തന്നെയാണ്. അവിടെ അഷ്ടമാധിപനൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ താങ്ങാനുള്ള കഴിവുണ്ട് എന്നർത്ഥം. ഇദ്ദേഹം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. 6ാം ഭാവാധിപൻ്റെയോ അഷ്ടമാധിപൻ്റെയോ ദശകൾ വരികയാണ്, 6ൽ ഗ്രഹം നിന്ന്. പക്ഷേ ലഗ്നാധിപൻ ബലവാനാണെങ്കിൽ ഫലം നമ്മൾ പറയുന്നതായിരിക്കില്ല. അദ്ദേഹം ഓൾറെഡി ലഗ്നഫലം കൊണ്ട് അതിന് മുമ്പുള്ള ദശ എന്താണ്, അതിനുശേഷം വരുന്ന ദശ എന്ത്. ഒരുപക്ഷെ നല്ല ദശ വന്നിട്ട് ഇദ്ദേഹത്തിന് നല്ല സമ്പന്നനായിരിക്കും. ആ സമയത്ത് വരുന്ന ചെറിയ പ്രോബ്ലംസ് ആയിരിക്കും അഷ്ടമാധിപ ദശയിൽ വരിക. ആ ചെറിയ പ്രോബ്ലം ഇതിന് മുമ്പുണ്ടായിരുന്ന ദശ എന്താണെന്ന് അറിയണം. ഇയാളുടെ സാമ്പത്തിക സ്ഥിതി, അല്ലെങ്കിൽ ഇയാളുടെ അവസ്ഥ, ഇയാളുടെ അഭിമാനം, അല്ലെങ്കിൽ എത്രമാത്രം പവർ ഉണ്ട് ഇയാൾക്കെന്ന് അറിയണമെങ്കിൽ ലഗ്നത്തിൻ്റെ ബലം അറിയണം. അപ്പം ലഗ്നത്തിനെ പറയാതെ ലഗ്നാധിപനെ ജ്യോതിഷത്തിൽ ഒരിക്കലും ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ ശ്രമിച്ചുകൂടാ എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്താൽ പോലും, അത് ആര് ചെയ്താലും ജ്യോതിഷത്തിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നുണ്ടെങ്കിൽ തെറ്റായിരിക്കും. ഒരു ജ്യോതിഷം എന്ന് പറയുന്നത് കോമ്പിനേഷൻസ് ആണ്.
അതിൽ ലഗ്നം ലഗ്നാധിപനും പ്രാധാന്യമുണ്ട്, ദശ അപഹാരങ്ങൾക്കും പ്രാധാന്യമുണ്ട്, ഗ്രഹത്തിൻ്റെ ബലത്തിനും അതുപോലെ ക്ഷേത്രബലത്തിനും ഒക്കെ പ്രാധാന്യമുണ്ട്. പിന്നെ അതിൽ നിന്നാണ് നമ്മൾ എങ്ങനെയൊക്കെ ബന്ധം വരും, എങ്ങനെയൊക്കെയാണ് ഫലം വരും എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാനതിൽ ഇടയിൽ പറഞ്ഞു എന്നുള്ളൂ. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്ക് കഴിയില്ല. കാര്യം ചോദ്യം ഒന്നുകിൽ അത് ബാലിശമായ ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ ഡെപ്ത് ഇല്ലാത്ത ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മാത്രം അറിയേണ്ടുന്ന ഒരു ചോദ്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു പക്ഷേ നമ്മൾ ഉത്തരം പറയുമ്പോൾ അത് അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് കിട്ടും, നമ്മൾ അത് നന്നു എന്ന് പറയുകയാണെങ്കിൽ. പക്ഷെ അതായിരിക്കില്ല ശരിക്കും ഫലം വരിക. കാര്യം അദ്ദേഹത്തിൻ്റെ ആ ലഗ്നത്തിൻ്റെ അവസ്ഥ, ലഗ്നാധിപൻ്റെ അവസ്ഥ, ഒരുപാട് കോമ്പിനേഷൻസ് നോക്കിയിട്ട് വേണം ജ്യോതിഷത്തിൽ ഫലം പറയാൻ. അപ്പോൾ പരമാവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നുകിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്കത് ആ ചോദ്യത്തിന് ഇങ്ങനെ ആവാം എന്നുള്ളൊരു അവസ്ഥയിൽ ചിലപ്പോൾ ഞാൻ ഉത്തരം പറയുന്നുണ്ടെങ്കിൽ അത് ഏകദേശ ധാരണയോടുകൂടി ആവുമ്പോഴേ പറയുള്ളൂ, അല്ലെങ്കിൽ എനിക്കത് ഉത്തരം പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ബുധൻ അതുപോലെ മേടലഗ്നത്തിൽ ബുധൻ നിന്നാൽ 12 ലഗ്നങ്ങൾക്കും ബുധൻ നിൽക്കുമ്പോഴുള്ള ഫലം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. മേടലഗ്നത്തിൽ ഫലം നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മേടലഗ്നക്കാർക്ക് ബുധദശ വന്നുകൂടാ, വരാൻ പാടാത്ത ദശയാണ്. ലഗ്നത്തിൽ നിന്നിട്ട് ദശ നടത്തി അങ്ങനെ ഉണ്ടാവും. വരാൻ പാടാത്ത ദശയാണ് ബുധൻ, വരാൻ പാടാത്ത ദശയാണ്. അപ്പം ലഗ്നത്തിൽ നിന്നിട്ട് ദശ നടത്തി അങ്ങനെ ഉണ്ടാവും. അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ലഗ്നത്തിൽ നിന്ന് ദശ നടത്തി കഴിഞ്ഞാൽ ബുധൻ 6ാം ഭാവാധിപത്യ ബലം കുറച്ചേ തരുള്ളൂ. കാരണം എന്താണ്? 6ാം ഭാവം എന്ന് പറയുന്നത് കന്നിയാണ്. കന്നിയുടെ അഷ്ടമഭാവമാണ് മേടം, അല്ലേ? കന്നിയുടെ, അത് ഞാൻ പറഞ്ഞു, ഒരു ഭാവത്തിൻ്റെ 6ലോ 8ലോ 12ലോ നിൽക്കുന്ന ഗ്രഹം ഭാവഫലം തരില്ല. അപ്പോൾ 6ാം ഭാവത്തിൻ്റെ ബലം തരില്ല. പിന്നെ ഏത് തരുള്ളൂ? 3ാം ഭാവഫലമാണ് തരിക. 80% 3ാം ഭാവഫലവും. കാരണം എന്താണ്? മിഥുനത്തിൻ്റെ 11ലാണ് നിൽക്കുന്നത്. അപ്പം 3ാം ഭാവത്തിൻ്റെ 11ൽ നിന്നതുകൊണ്ട് 3ാം ഭാവഫലം കൂടുതലായും കന്നിയുടെ 6ാം ഭാവഫലം വളരെ കുറച്ചും തരുള്ളൂ. അതുകൊണ്ട് ലഗ്നത്തിൽ ദിഗ്ബലം ചെയ്ത് നിൽക്കുന്ന മേടലഗ്നം ആണെങ്കിൽ പോലും ദശ നടത്തുമ്പോൾ 3ാം ഭാവഫലം കൂടി നിൽക്കും. പാപത്വം വന്നുകൂടാ, ബുധൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫലമാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബുധൻ്റെ കൂടെ നീചശനി വന്നാൽ ദോഷഫലം വരും. ചൊവ്വ വന്നാൽ ദോഷഫലം വരും. കാര്യം അവിടെ ബുധൻ പാപനം കൂടിയാവും. 3ാം ഭാവാധിപൻ പാപം വന്നു കഴിഞ്ഞാൽ സഹോദര ഭംഗം, സഹോദരന് ദോഷം, ദുരിതം. അത് പിന്നെ 3ാം ഭാവം, ഭാവാധിപൻ, ഭാവകാരകൻ എല്ലാം നോക്കണം. അപ്പം 3ാം ഭാവാധിപന് ദോഷങ്ങൾ വരും. 6ാം ഭാവത്തിൻ്റെയും ദോഷഫലങ്ങൾ 20% ആണെങ്കിൽ പോലും ദോഷഫലങ്ങൾ വരും. പാപത്വം വന്നുകൂടാ ബുധന്. പാപബന്ധം പാപത്വം വരുന്നത് നന്നല്ല. ഇടവ ലഗ്നക്കാർക്ക് ബുധൻ എല്ലാം ദിഗ്ബലമാണ്. അത് ഞാൻ പറഞ്ഞു, സ്ഥാനബലം പോലെ തന്നെ പ്രധാനമാണ് ദിഗ്ബലം. ബുധൻ ലഗ്നത്തിൽ നിന്നാൽ ബുദ്ധി ഉണ്ടാവണം, നോർമലാണ്. കാര്യം ദിഗ്ബലം ഉണ്ടാവും, പാപത്വം വന്നില്ലെങ്കിൽ. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫല പറയുന്നത് ഇടവ ലഗ്നക്കാർക്ക് 2, 5 ഭാവാധിപനായ ബുധൻ 2ാം ഭാവത്തിൻ്റെ ഫലം, മാരകഭാവത്തിൻ്റെ ഫലം അല്ല തരിക, മറിച്ച് 5ാം ഭാവത്തിൻ്റെ ഫലം തരിക. കാര്യം 2ാം ഭാവത്തിൻ്റെ 12ലാണ് ഇടവ ലഗ്നത്തിന് ബുധൻ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും? ദിഗ്ബലം ചെയ്തു തന്നു കഴിഞ്ഞാൽ 5ാം ഭാവത്തിൻ്റെ 9ൽ നിൽക്കുന്നതുകൊണ്ട് 5ാം ഭാവഫലം തരുള്ളൂ, 2ാം ഭാവഫലം തരില്ല, മാരകഫലം അനുഭവിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇടവത്തിന് മാരകത്വം അത്ര കാര്യമായിട്ടില്ല ബുധന്, പക്ഷേ 2ാം ഭാവഫലം വളരെ കുറച്ചേ തരുള്ളൂ. മിഥുനത്തിൽ സ്വന്തം വീട്ടിൽ ബുധൻ നിന്നാൽ അവിടെ ദിഗ്ബലമുണ്ട്, സ്ഥാനബലമുണ്ട്, അതീത ശുഭത്വം വരും. വളരെ നല്ലതായിരിക്കും. ബുധന് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാലും വളരെയധികം ഗുണങ്ങളുണ്ടാവുന്നതാണ്. അതുപോലെ കർക്കിടക ലഗ്നക്കാർക്ക് ബുധൻ ലഗ്നത്തിൽ ദിഗ്ബലം ചെയ്ത് നിന്നാൽ കർക്കിടക ലഗ്നത്തിന് 12ാം ഭാവാധിപനും 3ാം ഭാവാധിപനുമാണ്. 12ാം ഭാവത്തിൻ്റെ 2ലും 3ാം ഭാവത്തിൻ്റെ 11ലും നിന്ന്, അപ്പോൾ മിശ്രമായിട്ട് 2ൻ്റെയും ഏകദേശ ഫലങ്ങൾ നന്നായി തരും. 12ാം ഭാവത്തിൻ്റെയും 3ാം ഭാവത്തിൻ്റെയും ഫലങ്ങൾ തരും. അത് 12ാം ഭാവത്തിൻ്റെ ഫലങ്ങൾ, ആധിപത്യ ഫലങ്ങൾ വിരയമാണ്, നഷ്ടമാണ്. വിരയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാണ്, ലാഭമല്ല, വ്യയഭാവമാണത്. വ്യയഭാവം എന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടാക്കുന്ന ഭാവമാണ്. നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ലഗ്നത്തിൽ നിന്ന് ദശ നടത്തുമ്പോൾ ബുദ്ധി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാര്യം 3ാം ഭാവം കീർത്തിയും വരും. 3ൻ്റെ 11ആണ്, 3ആണ് കൂടുതൽ തരിക. അതുപോലെ തന്നെ ചിങ്ങലഗ്നത്തിന് സൂര്യൻ വന്നിട്ട് ബുധനെ സംബന്ധിച്ചിടത്തോളം ബന്ധുവാണ്, പക്ഷെ സൂര്യനെ സംബന്ധിച്ചിടത്തോളം സമനാണ്.
ബുധന് സൂര്യൻ ബന്ധുവാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണ്. ബുധന് ഇഷ്ടപ്പെട്ട വീടുകളിൽ ഒന്നാണ് സൂര്യക്ഷേത്രം. അതിബന്ധു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ദിഗ്ബലം ചെയ്ത് ബുധൻ നിൽക്കുന്നത് 11ാം ഭാവാധിപനുമാണ്. 2ാം ഭാവാധിപത്യത്തിൻ്റെ മാരകഭാവമാണ് 2ാം ഭാവാധിപൻ കന്നി. പക്ഷെ 2ന്റെ 12ൽ നിന്നുകൊണ്ട് 2ാം ഭാവബലം തരില്ല, മറിച്ച് 11ാം ഭാവബലം തരുള്ളൂ. കർക്കിടകത്തിൽ അങ്ങനെയല്ല. കർക്കിടകത്തിൽ 2ഉം തരും, പക്ഷേ ഒരു പൊടിക്ക് 3ാം ഭാവം അധികം തരും. പക്ഷേ കർക്കിടകത്തിൽ നിൽക്കുന്നത് അത്ര ശുഭമല്ല ബുധൻ. ബുധന് അത്ര ഇഷ്ടപ്പെട്ട വീടല്ല. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മകനാണ്, ഇഷ്ടപ്പെട്ട ഗ്രഹമാണ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ബുധന് മാതാവിൻ്റെ വീട് അത്ര ഇഷ്ടമല്ല. പ്രത്യേകിച്ചും ചന്ദ്രൻ അമാവാസിയോട് അടുക്കുകയാണെങ്കിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന ബുധൻ അത്ര വലിയ ഗുണം ചെയ്യില്ല. പക്ഷെ ചിങ്ങത്തിൽ അങ്ങനെയല്ല. ചിങ്ങത്തിൽ 11ാം ഭാവാധിപനായ ബുധൻ ചിങ്ങലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ, ദിഗ്ബലം ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ 2ാം ഭാവബലം ഒട്ടും തരില്ല എന്ന് മാത്രമല്ല, 11ാം ഭാവത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ബുധദശയിൽ അനുഭവിക്കാം. കന്നിയിൽ നിൽക്കുന്ന ബുധൻ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഉച്ചനായി, ലഗ്നത്തിൽ ഭദ്രായോഗം കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. 10ാം ഭാവാധിപത്യം കൂടിയുണ്ട്. 2 നല്ല ആധിപത്യങ്ങളോട് ചേർന്ന് ദിഗ്ബലം ചെയ്ത് നിൽക്കുന്ന ബുധൻ അതീത ശുഭനുമാണ്. അവിടെ വളരെ നല്ലതാണ്. ലഗ്നത്തിൽ നിൽക്കുന്ന ദിഗ്ബലം ചെയ്ത് നിൽക്കുന്ന ബുധൻ അതീത ബുദ്ധിശാലിയായിരിക്കും. ഭദ്രായോഗം കൊടുക്കും. വളരെയധികം ഉച്ചത്തിൽ നിൽക്കുന്ന നല്ല അവസ്ഥയിൽ കൊടുക്കും. അതുപോലെ തുലാം ലഗ്നക്കാർക്ക്, ലഗ്നത്തിൽ ബുധൻ നിന്നാൽ, തുലാലഗ്നത്തിൻ്റെ 12ാം ഭാവാധിപനുമാണ്. അതേസമയം തുലാലഗ്നത്തിൻ്റെ 9ാം ഭാവാധിപനുമാണ്. തുലാലഗ്നത്തിൻ്റെ 9ാം ഭാവാധിപനുമാണ്. അപ്പോൾ 9ാം ഭാവാധിപത്യ ബലം കൂടുതൽ തരും. 2ൽ നിൽക്കുന്നതുകൊണ്ട് 12ാം ഭാവാധിപത്യവും തരും. 12ാം ഭാവാധിപത്യവും തരും. ബുധദശ വരുമ്പോൾ ചിലപ്പോൾ വിദേശം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. പക്ഷെ ഭാഗ്യാധിപനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ത്രികോണ ബന്ധം വരുന്ന ബുധൻ ബന്ധു കൂടി ആയതുകൊണ്ട് കർക്കിടകത്തിൽ നിൽക്കുന്ന അത്ര ദോഷം ചെയ്യില്ല. ബുധൻ ഗുണവാനായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ വൃശ്ചികത്തിൽ നിൽക്കുന്ന ബുധൻ, വൃശ്ചികത്തിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു അഷ്ടമാധിപനാണ് ബുധൻ. വൃശ്ചിക ലഗ്നക്കാർക്ക് വരാൻ പാടാത്ത, വൃശ്ചികത്തിനും മേടത്തിനും വരാൻ പാടാത്ത ദശയാണ് ബുധദശ. മേടത്തിനും വൃശ്ചികത്തിനും ബുധദശ നന്നാവില്ല. മേടലഗ്നക്കാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ബുധദശ നന്നാവില്ല. അതുകൊണ്ട് ബുധൻ വൃശ്ചികത്തിലെ ദിഗ്ബലം ചെയ്ത് ബുധൻ നിന്നാൽ, ചൊവ്വയുടെ വീട്ടിൽ നിന്നാൽ, അഷ്ടമാധിപതിനായിട്ടുള്ള ബുധൻ പക്ഷെ അഷ്ടമത്തിൻ്റെ 6ൽ നിൽക്കും. അഷ്ടമഭാവം ഏതാണ്? മിഥുനാണ്. മിഥുനത്തിൻ്റെ 6ാം ഭാവമാണ് വൃശ്ചികം. അതുകൊണ്ട് തന്നെ അഷ്ടമഫലം ഒട്ടും തരാതെ 11ാം ഭാവഫലം പൂർണ്ണമായിട്ട് തരികയും ചെയ്യും. അപ്പോൾ 80% 11ാം ഭാവഫലവും 20% അഷ്ടമഫലം വരുന്നതുകൊണ്ട് വൃശ്ചികത്തിൽ ബുധൻ നിൽക്കുന്നത് നല്ലതാണ്. ധനുവിലെ 7ാം ഭാവാധിപൻ ആയിട്ടുള്ള ബുധൻ ധനുവിലെ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ദിഗ്ബലം ചെയ്ത് നിൽക്കുന്നത് 7-10 ഭാവാധിപനായതുകൊണ്ട് അതിൻ്റെ 7-10 ശുഭഫലങ്ങൾ അവിടെ സംഭവിക്കും. അതിനും വലിയൊരു ദോഷം ദിഗ്ബലം നിൽക്കുന്നതുകൊണ്ട്, ഗുരുവിൻ്റെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് നല്ല തന്നെയാണ്. ഗുരുവിന് ശത്രുവാണ് ബുധനെങ്കിലും ദിഗ്ബലം ചെയ്ത് നിൽക്കുന്നത് നല്ലതാണ് ബുധനെപ്പോഴും. അതുപോലെ തന്നെ ധനു കഴിഞ്ഞ മകരലഗ്നക്കാർക്ക് ബുധൻ 6ാം ഭാവാധിപനുമാണ്. അതേസമയം 9ാം ഭാവാധിപനുമാണ്. ദിഗ്ബലം ചെയ്ത് മകരത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 6ാം ഭാവത്തിൻ്റെ അഷ്ടമത്തിൽ നിന്ന് 6ാം ഭാവബലം ഒന്നും തരാതെ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്തേ തരുള്ളൂ? 9ാം ഭാവാധിപത്യ ബലം മാത്രമേ തരുള്ളൂ. മകരലഗ്നക്കാർക്ക് ബുധൻ ലഗ്നത്തിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് ദശ നടത്തിയാൽ വളരെ നല്ലതായിരിക്കും. കാര്യം 9ാം ഭാവാധിപത്യം മാത്രം തരും, 6ാം ഭാവാധിപത്യം ഒട്ടും തരില്ല. മറിച്ച് അത് മിഥുനത്തിൽ നിന്ന് ദശ നടത്തിയാൽ 6ാം ഭാവാധിപത്യ ദോഷമായിരിക്കും. മകരലഗ്നക്കാർക്ക് 6ൽ നിന്ന് ബുധൻ ദശ നടത്തിക്കൂടാ, 12ൽ നിന്ന് ദശ നടത്തിക്കൂടാ. ലഗ്നത്തിൽ നിൽക്കാം, 9ൽ നിൽക്കാം, അങ്ങനെയാണ്. അതേപോലെ കുംഭലഗ്നക്കാർക്ക് ബുധൻ അഷ്ടമാധിപനാണ്. കന്നി എന്ന് പറയുന്ന അഷ്ടമഭാവമാണ്, മിഥുനം എന്ന് പറയുന്ന 5ാം ഭാവമാണ്. പക്ഷേ അഷ്ടമത്തിൻ്റെ 6ാം ഭാവം വരും. കന്നിയുടെ 6ാം ഭാവത്തിലാണ് കുംഭം വരിക. അതുകൊണ്ട് തന്നെ അഷ്ടമഭാവത്തിൻ്റെ ഫലം തരില്ല, മറിച്ച് എന്തേ തരുള്ളൂ? 5ാം ഭാവത്തിൻ്റെ. ലഗ്നത്തിൽ നിന്നാൽ 5ാം ഭാവത്തിൻ്റെ ഫലമാണ് ആര് തരുള്ളൂ? ബുധൻ തരുള്ളൂ. കുംഭത്തിൽ നിന്നാലും നല്ലതാണ്. മീനത്തിൽ നിന്ന് ദശ നടത്തിയാൽ 4-7 ഭാവാധിപനാണ്. ലഗ്നത്തിൽ നിന്ന് ദിഗ്ബലം ചെയ്തു നിന്ന് ദശ നടത്തുന്നത് 4-7 ആധിപത്യം. അത് ധനു ആണെങ്കിലും ശരി 4-7 ആധിപത്യ ഫലങ്ങളാണ് തരിക. അത് വിദ്യാകാലത്തൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. വിദ്യാസമയത്തൊക്കെ ആണെങ്കിൽ ബുധൻ എപ്പോൾ നടത്തണം? ബുധഗ്രഹത്തിൻ്റെ ക്വാളിറ്റീസ് എന്താണ്? ബുധൻ ഒരു
കുമാരപ്രായം, അതായത് കൗമാരപ്രായത്തിൻ്റെ നാഥനാണ് ബുധൻ. കൗമാരമാണ്, അതായത് ലിംഗനിർണയം തീരുമാനിക്കുന്നതിന് മുമ്പുള്ള കാലം, അതായത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവുന്നതിന് മുമ്പ്, ഹോർമോണുകൾ വരുന്നതിന് മുമ്പുള്ള പ്രായത്തെയാണ് ബുധനെ കണക്കാക്കുക. അതായത് വാർദ്ധക്യത്തിൽ രണ്ടും നപുംസക ഗ്രഹങ്ങളാണ്, ബുധനും ശനിയും നപുംസക ഗ്രഹങ്ങളാണ്. ബുധൻ കൗമാര നപുംസകം, അതായത് ലിംഗനിർണയം വഴി അല്ലെങ്കിൽ ലൈംഗിക ഹോർമോണുകൾ ആക്റ്റീവ് ആവുന്നതിന് മുമ്പുള്ള കാലത്തെയാണ് ബുധൻ. അതായത് പഠിക്കാൻ ഏറ്റവും നല്ല ഗ്രഹം ബുധനാണ്. വാർദ്ധക്യത്തിൽ വരുന്നത്, അതായത് നമ്മുടെ ലൈംഗിക ശേഷികളെല്ലാം നഷ്ടപ്പെട്ട, ഹോർമോണുകളെല്ലാം കഴിഞ്ഞു വരുന്നതാണ് ശനി. വാർദ്ധക്യമായിട്ടുള്ള നപുംസകം, വൃദ്ധ നപുംസകമാണ് ശനി. കൗമാര നപുംസകമാണ് ബുധൻ. ഇത് രണ്ടും നപുംസക ഗ്രഹങ്ങളാണ്. പക്ഷെ വ്യത്യാസം ഇതാണ്, ബുധൻ കുമാരനാണ്, കൗമാരമാണ്, പഠിക്കുന്ന കാലമാണ്, വളരുന്ന കാലമാണ്. ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്നത്, ദശ നടക്കുന്നതൊക്കെ വിദ്യയ്ക്ക് നല്ലതായിരിക്കും. ഇപ്പോൾ റാങ്ക് കിട്ടുന്നവർക്കൊക്കെ, ചില ആളുകളുടെ, എൻ്റെ കയ്യിലൊരു ജാതകം ഉണ്ടായിരുന്നു, ഫസ്റ്റ് റാങ്ക് വരുന്നവർക്ക് ബുധദശയാണ്. ബുധൻ അതീത ശുഭനായി ശുക്രയോഗം ചെയ്ത് ഗുരുദൃഷ്ടി വാങ്ങിച്ച് ബുധദശ കറക്റ്റ് 10ാം ക്ലാസ് പ്ലസ് ടുവിൽ വരുന്ന സമയത്ത് 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും അവർക്ക് റാങ്കാണ്. കാര്യം ബുധൻ വിദ്യയ്ക്ക് അത്രമാത്രം ശക്തി കൊടുക്കും. അത് ശുഭനും കൂടിയായി നല്ല ആധിപത്യങ്ങളും കൂടി തന്നാൽ വളരെയധികം ഗുണം ചെയ്യും ബുധദശ ശരിക്കും വരേണ്ടത് പഠനകാലത്താണ്. ഓരോ ദശകളും ഓരോ കാലമുണ്ട്. പഠനകാലത്ത് ബുധൻ വരുന്നത് വളരെ നല്ലതാണ്. പൊതുവെ നല്ല ആധിപത്യത്തോടു കൂടിയാണെങ്കിൽ വളരെയധികം ഗുണം ചെയ്യും. ധനു, മീനം, കർക്കിടകം അല്ലാത്ത മറ്റ് രാശികൾക്കെല്ലാം ബുധദശ അതീവ ശുഭത്വം തന്നെയാണ് ലഗ്നത്തിൽ നിന്നാൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ 3 ഭാവങ്ങൾക്ക് മാത്രം 4-7 ഭാവങ്ങളും 4-7-10 ആധിപത്യങ്ങളും കർക്കിടകത്തിന് 12ാം ഭാവാധിപത്യവും വരുന്ന ചെറിയൊരു ദോഷം ഒഴിച്ചാൽ ലഗ്നത്തിൽ ബുധൻ നിൽക്കുന്നത് അത്ര വലിയ ദോഷമൊന്നും ഒരു ലഗ്നത്തിനും ചെയ്യില്ല. കാര്യം ദിഗ്ബലം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ദിഗ്ബലം ചെയ്യുന്ന 2ാമത്തെ ഗ്രഹമായ ബുധനെക്കുറിച്ച്, ബുദ്ധിയുടെ നാഥനായ ബുധനെക്കുറിച്ച്, ബുധൻ നിന്നാലുള്ള ഗുണദോഷങ്ങളെക്കുറിച്ചും അത് 6-8 ബന്ധങ്ങളെ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഒഴിവാക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായി കാണാം. നന്ദി, നമസ്കാരം.